ഹലോ, അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. കാലത്ത് തന്നെ നമ്മൾ എണീറ്റിട്ടുണ്ട്. അപ്പോൾ പല്ലേച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടപ്പോൾ നമ്മുടെ രണ്ട് കുട്ടികൾ അങ്ങാടി ഇങ്ങനെ നടപ്പുണ്ടിട്ട് അപ്പോൾ കാലത്ത് തന്നെ അച്ഛനും അപ്പൂപ്പനും വന്നിട്ടുണ്ട്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. നമ്മുടെ കല്യാണം കഴിഞ്ഞ കസിൻ ഉണ്ടല്ലോ, അവളെ ഇന്ന് നമ്മൾ വിരുന്നിന് ക്ഷണിച്ചാക്കണുണ്ട്. കുറച്ച് ദിവസം കുറേ നാൾക്ക് ശേഷം അവർക്ക് തിരക്കായതുകൊണ്ടാണ് പിന്നെ ഇത്രയും വൈകിയത്. അപ്പോൾ സൺഡേ ആയിട്ട് നമ്മൾ അവർ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടുക്കളയിൽ അവർക്ക് കൊടുക്കാനുള്ള ഫുഡിൻ്റേതായ ഫുഡ് അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നമ്മൾ ഓർഡർ ചെയ്താക്കണേന്. അപ്പോൾ വെള്ളം കലക്കണേ കേട്ടോ, ഒരു കാലത്ത് തന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യം വെള്ളം കലക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ അടുക്കളയിൽ ചുറ്റിപ്പറ്റി നടക്കുന്നതാണ്. രണ്ട് സംഖ്യ കുട്ടികൾ അങ്ങാടിങ്ങാടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കാലത്ത് നമുക്ക് ഇടിയപ്പം വരുന്നു കേട്ടോ. അപ്പോൾ പാറൂസിന് നമ്മൾ ഇടിയപ്പമൊക്കെ കൊടുക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അച്ഛാമ്മ ഫ്രണ്ടിൽ തന്നെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അവർ കാലത്ത് ഇങ്ങോട്ട് വന്നതാണ്. പാറൂസ് അപ്പോൾ ഇന്നലെ ബീച്ചിൽ പോയിട്ട് ഒരു കാറ്റാടി വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അത് ബീച്ചിൽ കഴിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പാറൂസിന് ഇടിയപ്പം കൊടുക്കുക കേട്ടോ. ഇടിയപ്പം കടലക്കറി ആയിരുന്നു കേട്ടോ. കടലക്കറിക്ക് ചാറിട്ടിട്ട് അവൾക്ക് കൊടുക്കുമ്പോൾ നല്ലോണം കഴിച്ചോളൂ. ഇടിയപ്പം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ അവർ ഫുഡ് കഴിക്കുന്നത്. ഞാനപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ചിക്കൻ കറിയുടെ ബാഗിൽ കൂട്ടിയിട്ട് ഇടിയപ്പം തട്ടി ഗൈസ്. ഞാനപ്പോൾ ഇടിയപ്പം ചിക്കൻ കറിയാണ് കഴിച്ചത്. അങ്ങനെ നമ്മുടെ പാറൂസിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് കുളിക്കാൻ നമ്മുടെ അല്ലൂസും പാറൂസൊക്കെ കുളിച്ച് സെറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു, പാറൂസിൻ്റെ കുളിയും കഴിഞ്ഞായിരുന്നല്ലോ. ഇനി അവർ വരും, കുറച്ച് കഴിയുമ്പോഴേക്കും അവർ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ണാടിയുടെ മുമ്പിലൊന്ന് കുറച്ച് അങ്ങാടി ഇങ്ങനെ കുറച്ച് ഷോ ഓഫൊക്കെ കാണിക്കാൻ കേട്ടോ. വലിയ പൊട്ടൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടില്ലേ, തൊട്ടപ്പോൾ ആൾക്ക് എന്തോ ഒരു സംഭവം പോലെ ഉണ്ടോ തോന്നിയത്. അങ്ങനെ പൊട്ടൊക്കെ തൊട്ട് കഴിഞ്ഞു. അപ്പോൾ രണ്ട് ദിവസമാണെങ്കിൽ പാപ്പം കൊണ്ടൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ചുമ്മാ അങ്ങനെ നമ്മൾ കാത്തിരുന്നവരെത്തി കേട്ടോ. അവർ നമ്മുടെ പാറസിനെ കളിപ്പിക്കാനിരിക്കട്ടെ. ഇതാണ്ട് നമ്മുടെ കസിൻ എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞത്. ചെക്കനോട് ഹാളിലിരിക്കുന്നുണ്ട് കേട്ടോ. കുറേ ഗോഷ്ടികളൊക്കെ നോക്കിയിട്ട് അവർ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കണ്ണുകൊണ്ട് പല ആക്ഷനും ഗോഷ്ടികളുണ്ട് കേട്ടോ. അപ്പോൾ ചെക്കൻ്റെ പാറസിനെ നോക്കി കഴിഞ്ഞാൽ പല ആക്ഷനുകളാണ് അവിടെ മുഖത്തേക്ക് മാറുന്നത്. നമ്മുടെ പാറസിനെ എടുത്തുകൊണ്ട് ആള് ചെക്കൻ്റെ പോയൊക്കെയാണ് വന്നിട്ട് കണ്ണിൻ്റെ ആക്ഷൻ്റെ കാര്യമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കസിൻ ഞങ്ങൾ കുഞ്ഞാവെന്ന് കേട്ടോ. അവളുടെ അനിയത്തിയാണ് ഇപ്പോൾ ഇവള് ഫോണും കൊണ്ട് വന്നിരിക്കണവൾ. അപ്പോൾ അവളുടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പാറസിൻ്റെ കണ്ണിൽ. അതിങ്ങനെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ മുടിയൊക്കെ കോർത്തി വീണ്ടും കണ്ണാടിയുടെ മുടിയിൽ വന്നു ചുമ്മാ പോസ്. ഫുഡ് കഴിക്കണേക്കാളും മുമ്പായിട്ട് പിള്ളേരൊക്കെ കൂടി അങ്ങോട്ട് ഇങ്ങനെ സൈക്കിളൊക്കെ ഡാൻസും കളിയൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ ചുമ്മാ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അതൊക്കെ ഫുഡിൻ്റെ സമയം ആയിട്ട് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർ കുറച്ച് ഫോട്ടോസൊക്കെ എൻ്റെ വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡിങ്ങൾ കുറച്ച് പ്രശ്നമൊക്കെ ഫോട്ടോസ് എടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാനൂര് ബിരിയാണിയാണ് പോകുന്നത്. അതങ്ങനെ എൻ്റെ ചേട്ടൻ വാങ്ങിച്ചത് പറഞ്ഞായിരുന്നു. അപ്പോൾ സംഭവം അടിപൊളി ബിരിയാണി ആയിരുന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ മാനൂര് ബിരിയാണി എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവരും കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ കൂടി ഇന്ന് കളിക്കേണ്ടത്. ഞാനവിടെ വന്നിട്ട് സന്ദേശം ഞാൻ പുറത്തോട്ട് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കൃഷ്ണേട്ടൻ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. കൃഷ്ണേട്ടൻ ഉച്ചയാകുമ്പോഴേക്കും പോകണമായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചതിന് കുറച്ച് കഴിഞ്ഞാൽ കൃഷ്ണേട്ടൻ വീട്ടിലോട്ട് പോകാൻ വേണ്ടി റെഡിയായി. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പകുതിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ കൃഷ്ണേട്ടൻ റെഡിയാക്കി ആയിട്ട് പോകാൻ തുടങ്ങി. പാറൂസ് കൃഷ്ണേട്ടൻ റെഡിയായി കഴിഞ്ഞപ്പോൾ തന്നെ പുറകെ ഇങ്ങനെ നടക്കേണ്ട അച്ഛൻ പോകണ സങ്കടത്തിലല്ല, അച്ഛൻ ടാറ്റ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. വണ്ടിയിൽ പോകാൻ വേണ്ടിയുള്ള കരച്ചിലാണ് കേട്ടോ അത്. അങ്ങനെ ഇഷ്ടത്തിന് പോയി അതിൻ്റെ പുറകെ നമ്മുടെ വിരുന്നുകാരും പോയുണ്ട്. അപ്പോൾ പോയപ്പോൾ തന്നെ കുറച്ച് ചെടികളൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം അമ്മ കുറച്ച് ചെടിയുടെ നമ്പൊക്കെ ചുള്ളിയൊക്കെ വെട്ടി അവർക്ക് കൊടുക്കുന്നുണ്ട്. അവളോട് കുറേ ചെടികൾ നട്ടിൻ്റെ വീഡിയോ ആരെടുക്കണം. അപ്പോൾ അവർക്ക് നമ്മൾ കുറച്ച് ചെടികളൊക്കെ ഇഷ്ടമായി. അങ്ങനെ അതിൻ്റെ കമ്പും ചുള്ളിയൊക്കെ അവർക്ക് കൊടുത്തു വിടണമായിട്ട് കാണുന്നത്. ഇതിൻ്റെ കമ്പ് നട്ടപ്പിടിക്കുമെന്നാണ് തോന്നുന്നത്. നല്ല വേരുകളുള്ളൊരു കട കൊടുത്തായിരുന്നു. അങ്ങനെ അവർ പോകാനായിട്ടൊക്കെ റെഡിയായിട്ട് നിൽക്കാൻ കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണ കാണുമ്പോൾ തന്നെ എല്ലാവരും അങ്ങാടും ഇങ്ങാടൊക്കെ പല ദിശയിലോട്ടാണ് ആക്കിയിരിക്കുന്നത്. എന്താണെന്നറിയില്ല. എന്നാലും അങ്ങനെ അവർ ടാറ്റ ബൈ ബൈ ബിർലൊക്കെ പറഞ്ഞ് അവർ പോയി. ടാറ്റാ. അങ്ങനെ നമ്മുടെ എല്ലാവരും പോയ ഒരു ശോകമൂടത്തിലോട്ടായി. പാറസിന് വൈകുന്നേരമൊക്കെ കുപ്പിൽ പാലൊക്കെ ആക്കി പാൽ കൊടുത്ത് പിന്നെ കുറച്ച് അവൽ നനച്ചിട്ടില്ല, വെറുതെ അവൽ തന്നെയാണ്. അങ്ങനെ
അങ്ങനെ രാത്രി കുറച്ച് ചോറൂണൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ കൂടി വണ്ടി ചെറിയ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ചേച്ചിയുടെ അതൊക്കെ കളിക്കുന്നു. ഞാനും ഫുഡ് കഴിക്കുന്നു. അതൊക്കെ കഴുകി അവളും അച്ഛനൊക്കെ കഴിക്കുന്നുള്ളൂ. ഞാൻ ഒരു 6:45 കഴിഞ്ഞ് ഫുഡ് കഴിക്കും. അപ്പോൾ ആറീസ് രണ്ടും കൂടി അങ്ങനെ തല്ലിരിക്കുന്നുണ്ട്. കാരണം വണ്ടിക്കൊക്കെ ഇടിയാണ്. അങ്ങനെ രാത്രി അപ്പോൾ ഞങ്ങളെല്ലാവരും കിടന്നു. അപ്പോൾ ഇത്രയോട് കൂടി ഇട്ടിട്ടാ.